ഹലോ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ 7ാം ക്ലാസ് അറബി പരീക്ഷ ക്രിസ്മസിന് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്നറിയാം. അതിൽ നമുക്ക് ഗ്രാമർ ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് മുളാരി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് സാറ് വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. മുളാരി ആയിട്ടുള്ള വാക്കുകൾ അതെങ്ങനെ ആയിരിക്കും എന്നറിയോ? അത് യാ കൊണ്ടോ തുടങ്ങുക അല്ലേ? യാ കൊണ്ട് എഫ് അലു എന്നുള്ള മോഡലായിരിക്കും തുടങ്ങുക. എല്ലാ മുളാരികളും വാക്കും യദ് ഹബു, യജ്ലിസു, യക്തുബു ഇങ്ങനെയാണ് തുടങ്ങുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നേരം മുളാരി ആയിട്ടുള്ള വാക്കുകൾ യാ കൊണ്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ യാ കൊണ്ട് തുടങ്ങുന്ന യഫ് അലു, യദ് ഹബു, യക്തുബു, യജ്ലിസു എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ അത് എപ്പോഴും അത് ചെയ്തത് ആരായിരിക്കും നേരം? അത് ചെയ്തത് അത് ഒരാളായിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ അവൻ ചെയ്തതായിരിക്കും. ഹുവ ഒരാൾ ചെയ്തതായിരിക്കും. ഹുവ ആയിരിക്കും അതിന് അവൻ ഒരാൾ ചെയ്തതായിരിക്കും. ഇനി അതേ വാക്ക് തന്നെ മുളാരി ആയിട്ടുള്ള വാക്ക് തന്നെ കുറേ ആളുകൾ ചെയ്യാം അല്ലേ? അപ്പോൾ ഹുവ എന്നാൽ അവൻ എന്നല്ലേ? അവർ എന്നുള്ളത് നമ്മൾ അറബിയിൽ എന്താ പറയുക? ഹും എന്നാണ് പറയുക അല്ലേ? അറബിയിൽ എന്താ അവർ എന്നുള്ളതിന് പറയാം? ഹും, അവർ എന്ന് പറയും. അപ്പോൾ ഒരാൾ ചെയ്താൽ എഫ് അലു എന്നാണെങ്കിൽ നമുക്കത് കുറേ ആൾ ചെയ്തു. ഒരാൾ ചെയ്തത് അറബിയിൽ എന്താ പറയുക? മുഫ്രദ് എന്നാണ് പറയട്ടോ. അപ്പോൾ കുറേ ആളുകളാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? അത് കിട്ടാൻ വെച്ച് കൂട്ടേണ്ടത് തരാം. അതിന് നമ്മൾ കിട്ടാൻ കൂട്ടേണ്ടത് ഊന എന്ന വാക്ക് കൂട്ടുക. എന്താ കൂട്ടേണ്ടത്? ഊന. അപ്പോൾ എഫ് അലുവിൻ്റെ കൂടെ നമ്മൾ ഊന കൂട്ടി നമുക്ക് എന്താ കിട്ടുക? എഫ് അലൂന. കണ്ടോ? എഫ് അലൂന. അപ്പോൾ നമുക്കൊരു മുളാരി ആയിട്ടുള്ള വാക്ക് തന്നു. ഇന്ന് നമ്മോട് പറയാണ് അതിൻ്റെ ജംപ് കണ്ടെത്തണം. കുറേ ആളുകൾ ചെയ്തത് ഇത് ഹുവ ഒരാൾ ചെയ്തതിന് പകരം ഹും ആയിട്ടുള്ള കുറേ ആളുകൾ ചെയ്ത വാക്ക് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് കൂട്ടിയാൽ മതി? ഹുന. ഉദാഹരണത്തിന് നമുക്കൊരു വാക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്ക്. ഇപ്പോൾ സ്കൂളിൽ ടീച്ചർ പറയില്ലേ ഈ ജിലീസ് എന്ന് പറയില്ലേ? ജലസ, ഇരിക്കുക. അപ്പോൾ അതേ മുളാരി എന്താണ്? മുളാരി എന്താണ്? യജ്ലിസു. യജ്ലിസു എന്നുള്ളതാണ് അതിൻ്റെ മുളാരി. ഓക്കെ, യജ്ലിസു. അപ്പോൾ യജ്ലിസു എന്നുള്ളതിന് ഊനാന്നുണ്ടോ? ഇല്ല. യജ്ലിസു എന്ന് മാത്രം മനസ്സിലാക്കാം, അത് ഒരാൾ ചെയ്തതാണ്. ഇനി ആ യജ്ലിസു എന്നുള്ള വാക്കിന് നമ്മോട് പറയാണ് അത് കുറേ ആളുകൾ ഇരിക്കുന്നു എന്ന് കിട്ടാൻ, അതിൽ ജമ്പ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കൂടെ ഇപ്പോൾ എഫ് അലു എന്നുള്ള കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഊന കൂട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടുന്നു? ഊന എന്ന് കൂട്ടുന്നു. നമുക്ക് എന്താ ഉത്തരം കിട്ടുക? യജ്ലിസൂന. യജ്ലിസൂന കിട്ടിയല്ലോ. അപ്പോൾ മുളാരി ആയിട്ടുള്ള ഒരാൾ ചെയ്ത പ്രവർത്തനം അതേ വെർബ് കുറേ ആൾ ചെയ്തെന്ന് അർത്ഥം കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഊന എന്ന് കൂട്ടിയാൽ മതി. ഇനി നമ്മൾ വേറെ നമ്മൾ എപ്പോഴും നമുക്ക് എന്താ പറയുക ഉപയോഗിക്കുന്ന വാക്കുകളാണ്. കത്തബ എഴുതി അല്ലേ? ടീച്ചർ ക്ലാസ് ഉക്തുബ് നമ്മൾ പറയും, എഴുതൂ എന്ന് പറയും. അപ്പോൾ കത്തബ. അപ്പോൾ അതിന് പകരം കുറേ ആളുകൾ എഴുതുന്നതിന് അറബി എന്താ പറയുക? യക്തുബൂന എന്ന് പറയും അല്ലേ? യക്തുബൂന. അപ്പോൾ നമ്മൾ യക്തുബൂനെ തന്നിട്ട് നമ്മോട് പറഞ്ഞു അത് ഹും കുറേ ആളുകൾ ചെയ്യുന്നതാണല്ലോ. നിങ്ങൾ അതിൻ്റെ ഒരാൾ ചെയ്യുന്നത് ഹുവൻ്റെ സ്ഥാനത്തുള്ള വാക്ക് കണ്ടെത്താൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? ഊന മൈനസ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും? ഊന മൈനസ് ചെയ്യുക. ഊന മൈനസ് നമുക്ക് എന്ത് കിട്ടും? ഊന മൈനസ് ചെയ്താൽ യക്തുബൂന. ഊന മൈനസ് എന്ത് ചെയ്യും? അത് യക്തുബൂ എന്നാകും. അപ്പോൾ എന്ത് മനസ്സിലായി? ഹുവൻ്റെ സ്ഥാനത്തുള്ള മുളാരി ആയിട്ട് ഒരാൾ ചെയ്യുന്ന ഫൊഴിൽ വെർബിൻ്റെ ജമ്പ് കിട്ടും. അതിൻ്റെ കൂടെ ഊന എന്ന് ചേർത്താൽ യജ്ലിസൂന കിട്ടും. ഇനി ഊന എന്നതിൽ അവസാനിക്കുന്ന എന്ത് ചെയ്തു? മുളാരി ആയിട്ട് യാ കൊണ്ട് തുടങ്ങുന്ന മുളാരി ആയിട്ട് വാക്കിൻ്റെ സിംഗുലർ അതായത് മുഫ്രദായിട്ടുള്ള ഒരാൾ ചെയ്യുന്ന ഹുവൻ്റെ സ്ഥാനത്തുള്ള വാക്ക് കിട്ടാൻ ചെയ്താൽ മതി. അതിൽ നിന്ന് ഊന മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ആ വാക്ക് കിട്ടും. മനസ്സിലായല്ലോ? മനസ്സിലാത്തൊരു വീഡിയോ നമ്മൾ ടിപ്പ് ചെയ്ത് കാണണേ. അപ്പോൾ നമുക്ക് ഈ ആൻസർ ഇങ്ങനെ കണ്ടെത്താൻ നോക്കാം. റിജാലു കുറേ പുരുഷന്മാർ. അപ്പോൾ കുറേ പുരുഷന്മാരാകുമ്പോൾ എർജി വരുമോ? കുറേ ആൾക്കാരാകുമ്പോൾ എന്ത് ചെയ്യും? അവസാനത്തിൽ ഊനാന്നുണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരിക അല്ലെ? എർജി ഊന. റിജാലു എർജി ഊന മിൻ ഹക്കലി. പിന്നെ വയലിൽ നിന്ന് കുറേ ആളുകൾ മടങ്ങി. ഇനി ഇവിടെ ഡാഷ് പൂരിപ്പിക്കാനുണ്ട് അല്ലേ? എന്താണ്? മുഹമ്മദ് ആരാളുള്ളത്? മുഹമ്മദ് ഒരാളാണുള്ളത് അല്ലേ? മുഹമ്മദ് ഒരാളാണ്. അപ്പോൾ ജദ്ദഹു അദൻ. അപ്പോൾ എന്തോ അവൻ്റെ വല്യുപ്പാനെ മുഹമ്മദ് എന്ത് ചെയ്തു? യസൂർ സന്ദർശിച്ചു എന്നാണ്. അപ്പോൾ മുഹമ്മദ് ഒരാളായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ യസൂറൂന എന്ന് വരുമോ? കുറേ യസൂറൂന വരുമോ? കുറേ മുഹമ്മദ് ഉണ്ട്, ഒരാളല്ലേ ഉള്ളൂ. യെസ്. അപ്പോൾ യസൂറൂന എന്നുള്ളത് യസൂറൂന അല്ലേ? യസൂർന എന്നുള്ളത് യസൂറൂന അല്ലേ? അപ്പോൾ ഇത് വരുമോ? ഊന അവസാനിക്കണ വരുമോ? ഇല്ല. ഊന അവസാനിക്കുന്ന കുറേ ആൾക്കാർ ചെയ്യുമ്പോൾ അപ്പോൾ യസൂർ ഒരാൾ ചെയ്യണത് വരുള്ളൂ അല്ലേ? യെസ്. ഇനി ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് വ്യത്യാസം മനസ്സിലാക്കുക. ഇങ്ങനത്തെ ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അടിപൊളിയിൽ ആൻസർ ചെയ്യാം കേട്ടോ. മനസ്സിലാവാത്ത വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണണേ. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.